അഷ്വറൻസ് കമ്പനിയുടെ തീപിടുത്തത്തിൽ രണ്ടുപേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. അതുകൊണ്ടാണ് അകത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്ര പെട്ടെന്ന് നടക്കണമെങ്കിൽ ഒന്നുകിൽ AC ബ്ലാസ്റ്റ് ആയതായിരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലെ ഫ്ലെയിമബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ആ റൂമിൽ ഉണ്ടായിരുന്നിട്ട് അത് കത്തിയതായിരിക്കണം. അപ്പോൾ AC ആണ് നമ്മളിപ്പോൾ സംശയിക്കുന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പോലീസിന്റെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. ഇവിടെ പ്രാഥമിക പരിശോധനയാണ്. അപ്പോൾ AC ബ്ലാസ്റ്റായി അത് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു സാധ്യത തെളിയുന്നുണ്ടോ? മറ്റൊരു സാധ്യതകൾ നമ്മൾ കാണുന്നില്ല. കാരണം അങ്ങനെ ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങി വലുതായ ഒരു ഫയർ ആയിരുന്നുവെങ്കിൽ ഉള്ളിലുണ്ടായിരുന്ന ആൾക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ രക്ഷപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റെന്തുമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ നിഗമനം. AC ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ചില്ലടക്കം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ പുക കാരണം അവർക്ക് ഒരു തരത്തിലും പുറത്ത് രക്ഷപ്പെടാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അല്ലേ? ആയിരിക്കാം. ഈ രണ്ടുപേരും സ്പോട്ട് ഡെഡ് ആണോ അതോ? അല്ല, നമ്മൾ എടുക്കുന്ന സമയത്തെ സിറ്റുവേഷൻ മാത്രം ആ ഒരു സാഹചര്യം വെച്ചിട്ട് പലരും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് മെഡിക്കലി മാത്രമേ അത് കൺഫേം ചെയ്യാൻ പറ്റൂ. ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമേ കൺഫേം ആയിട്ട് പറയാൻ പറ്റൂ. മറ്റേ വേറെ ആരും വേറെ കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു നമ്മുടെ അറിയില്ല. രണ്ടുപേരും രണ്ടുപേർ മരിച്ചതായുള്ള സ്ഥിരീകരണം വരികയാണ്. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷിജോ, എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് അവർ പറയുന്നത്? AC പൊട്ടിത്തെറിച്ചാണ് ഈ തീപിടുത്തമുണ്ടായത് എന്നതാണോ പ്രാഥമിക നിഗമനം? ദിവ്യ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ റീജിയണൽ ഫയർ ഓഫീസറിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് AC പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് അവർക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളൊരു സാധ്യത ഇപ്പോൾ തെളിയുന്നില്ല. AC പൊട്ടിത്തെറിച്ച് വലിയ തരത്തിൽ അവിടെ തീ പുകയുയരുകയും പിന്നീട് അത് തീയായിട്ട് മാറുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിൽ അവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റെന്തെങ്കിലും തരത്തിൽ ഈ അപകടത്തിനൊരു സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ ഇവർ പരിശോധിക്കുന്നുണ്ട്. നമുക്കറിയാം, കുറേയധികം ചില്ലുകളടക്കം ഈ റോഡിലേക്ക് പൊട്ടിത്തെറിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഈ ഫുട്പാത്തിലടക്കം കുറേയധികം ചില്ലുകൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ പുറത്തുണ്ടായിരുന്ന ആളുകൾ കേട്ടത് ആദ്യം ഈ ചില്ല് തെറിച്ച് താഴേക്ക് വീണത് ആരെങ്കിലും തല്ലി പൊട്ടിച്ചതായിരിക്കാം എന്നുള്ള ആ ഒരു നിഗമനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇവിടുന്ന് പുകയടക്കം ഉയരുന്ന സാഹചര്യം ഈ നാട്ടുകാർ കണ്ട് ഇവിടേക്ക് വന്ന് തീപിടുത്തമാണ് എന്നറിഞ്ഞത്. എന്തായാലും ഫയർഫോഴ്സ് ഉടൻ തന്നെ ഏതാണ്ട് 1.5 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഇൻഷുറൻസ് കമ്പനിയിൽ തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തത്തിലാണ് 2 പേർ മരിച്ചത്. ഈ സമയം 2 പേർ മാത്രമാണ് ഈ കമ്പനിയിൽ ഉണ്ടായിരുന്നത്. ഈ കമ്പനിയിലെ ജീവനക്കാരിയായിട്ടുള്ള 34 വയസ്സുകാരി വൈഷ്ണ, ഇവിടെ വന്ന മറ്റൊരു കസ്റ്റമർ, അവരുമാണ് മരിച്ചത്. മരിച്ച രണ്ടാമത്തെ ആളുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇവിടെ വെച്ച് ഈ അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവരെ വന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെ അവർക്ക് വലിയ തരത്തിലുള്ള അപകടം, ഇഞ്ചുറി സംഭവിച്ചു എന്നുള്ള കാര്യം കൂടി റീജിയണൽ ഫയർ ഓഫീസർ പറയുന്നുണ്ട്. കാരണം ഇവിടെ വെച്ച് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ആ ഒരു സാഹചര്യമായിരുന്നില്ല. ഈ അപകടം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ 2 പേരും മരണപ്പെട്ടിരുന്നു എന്നുള്ള സൂചന കൂടി ഫയർഫോഴ്സ് നൽകുന്നുണ്ട്. കാരണം അത്യന്തം ഗുരുതരമായിട്ട് തന്നെയുള്ള ആ ഒരു തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായത്. കാരണം AC ആണ് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ മറ്റൊരു തരത്തിലുമുള്ള ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഈ ഒരു ഘട്ടത്തിൽ ഇല്ല എന്നുള്ള കാര്യം കൂടി ഫയർഫോഴ്സ് വിലയിരുത്തുന്നുണ്ട്. നമുക്ക് ഈ താഴത്തെ ഈ ദൃശ്യങ്ങളിലേക്ക് കാണാം. വലിയ തരത്തിൽ ഈ സ്ഥാപനത്തിന്റെ, ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ചില്ലുകളാണ് ഇവിടെ പൊട്ടിത്തെറിച്ച് കിടക്കുന്നത്. അപ്പോൾ ആ ചില്ല് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വലിയ ശബ്ദത്തോടു കൂടി തെറിച്ച് വീഴുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ തെറിച്ച് വീണ ശബ്ദം കേട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ സ്ഥലത്തേക്ക് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു തീപിടുത്തമല്ല, ഒന്നുകിൽ ചൂടിന്റെ കാഠിന്യം കൊണ്ട് ചില്ല് പൊട്ടിയതാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും തല്ലി പൊട്ടിച്ചതാവാം. അങ്ങനെയുള്ള ആ ഒരു നിഗമനമാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പുക ഉയർന്നത് കണ്ടാണ് ആളുകളടക്കം ഇവിടേക്ക് വന്നത്. ആ പുക ഉയർന്നത് കണ്ട് ഇവിടേക്ക് വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ തീപിടുത്തമാണ് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായത്. എന്തായാലും വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ തീപിടുത്തത്തിലാണ് 2 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അത്യന്തം ദാരുണമായിട്ടുള്ള ഈ അപകടം തിരുവനന്തപുരം പാപ്പനംകോട് പ്രവർത്തിക്കുന്ന ദ ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയുടെ ഓഫീസിൽ ഉണ്ടായത്. മറ്റ് ആളുകൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. 2 പേർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മറ്റ് കൂടുതൽ ആളുകളൊക്കെ ഒരുപക്ഷെ ഉണ്ടാവുമായിരുന്നുവെങ്കിൽ വലിയ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചുകൂടി വലിയ അപകടം തന്നെയാണ് തിരുവനന്തപുരം പാപ്പനംകോട് ഉണ്ടായിരിക്കുന്നത്. ന്യൂ ഇന്ത്യ അഷ്വറൻസ് കമ്പനിയുടെ ഓഫീസിലുണ്ടായ തീപിടുത്തത്തിൽ 2 പേരുടെ മരണം പോലീസ് സ്ഥിരീകരിക്കുകയാണ്. വൈഷ്ണവി എന്ന പേരിലുള്ള ഒരാളാണ് മരിച്ചത്. രണ്ടാമത്തെയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. 2 പേരുടെ മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. AC പൊട്ടിത്തെറിച്ചാണ് ഇത്ര വലിയ തീപിടുത്തമുണ്ടായത് എന്നതാണ് പ്രാഥമികമായുള്ള പോലീസിന്റെയും അതുപോലെ തന്നെ അഗ്നിരക്ഷാസേനയുടെയും വിലയിരുത്തൽ.